സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോൾ തമിഴ് സംസാരിക്കുകയാണ് അദ്ദേഹം. അതായത് ഒരു DMK ബന്ധത്തിന്റെ സൂചനയായി നമുക്കതിനെ കാണാൻ കഴിയും. അതിനിടെ മലപ്പുറം പോലീസ് ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്താതിരിക്കാനുള്ള തരത്തിലേക്കാണ് അവരുടെ നീക്കങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അൻവർ? ോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പോലീസ് പ്രതികാര നടപടിയുടെ ഭാഗമായി ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ പ്രവർത്തകരെ മനഃപൂർവ്വം തടയുന്നു, ഇങ്ങനെയൊന്നും തന്നെ തോൽപ്പിക്കാനാകില്ല, ഇത്തരം ഒരു ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ DMKയുടെ കേരള ഘടകം നേതാക്കളുടെ വീട്ടിലേക്ക് നിലവിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. പോലീസ് അവരെ പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർണ്ണക്കടത്തുമായി എന്താണ് ബന്ധമുള്ളത് എന്നുള്ളത് പോലീസ് അവരോട് ചോദിച്ചു എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ DMKയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം തമിഴിലാണ് മറുപടി പറഞ്ഞത്. DMK ബന്ധം ഉറപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും ഉറപ്പിക്കാം എന്നായിരുന്നു തമിഴിൽ അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും PV അൻവർ തമിഴിലുള്ള സംസാരം സ്വാഭാവികമായും അത് DMKയുമായുള്ള ബന്ധത്തെ സ്ഥിരീകരിക്കുന്നതാണ്. DMKയുമായുള്ള സഹകരണത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് PV അൻവർ സംസാരിച്ചത് എന്നുള്ളതാണ്. ബന്ധം ഉറപ്പിച്ചാച്ച് എന്ന അദ്ദേഹത്തിന്റെ തമിഴിലുള്ള സംസാരമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അദ്ദേഹം ഉടൻ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ കരുതുന്നത്. രാഷ്ട്രീയ നയ വിശദീകരണ യോഗം എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? അതൊരു രാഷ്ട്രീയ കൂട്ടായ്മയാകുമോ അതോ സാമൂഹിക കൂട്ടായ്മയാകുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ളൊരു വിശദീകരണം, മറുപടി അദ്ദേഹം ഈ സമ്മേളനത്തിൽ വ്യക്തമാക്കാൻ പോവുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ എന്ന പേരിലാകും പുതിയ കൂട്ടായ്മ എന്നതിൻ്റെ സൂചനകളൊക്കെയാണ് വരുന്നത്. വിശാല വേദി ഇതിനോടകം തന്നെ ഈ പൊതുസമ്മേളനത്തിനായി മഞ്ചേരിയിൽ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും യോഗത്തിൽ പങ്കെടുക്കണമെന്നതാണ് PV അൻവറിന്റെ ആഹ്വാനം. ഞങ്ങളുടെ പ്രതിനിധികൾ ഹാഷ്മി താജ് ഇബ്രാഹിം, ബിപിൻ സി വിജയൻ എന്നിവർ സമ്മേളന നഗരിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ആദ്യം. ഹാഷ്മി, ഇപ്പോൾ അവിടെ ഈ സദസ്സ് നിറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 1 ലക്ഷം എന്നൊക്കെ ഒരു കണക്കാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും നിലവിൽ അവിടെ നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിനെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? PV അൻവർ എപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരും? അദ്ദേഹം പുറപ്പെട്ടല്ലോ. ഉറപ്പായും അനുജ, ഒതായിൽ നിന്ന് അൻവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പരമാവധി 20-25 മിനിറ്റാണ്. വലിയ ട്രാഫിക് ഉണ്ടാവുന്നില്ലെങ്കിൽ. ഇടയ്ക്ക് വലിയ മഴ പെയ്തത് ഒരു പ്രതിസന്ധിയായി. അതിൽ ട്രാഫിക് നിയന്ത്രണമുണ്ട്. അത് മലപ്പുറം പോലീസ് മനഃപൂർവ്വം വണ്ടികൾ പിടിച്ചിടുന്നു എന്നൊക്കെ അൻവർ ആരോപിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് കൂടുതൽ കാര്യങ്ങൾ ഈ വേദിയിൽ പറയും എന്ന് പറയുന്നു. മാത്രമല്ല DMK കേരളത്തിലെ DMK നേതാക്കളുടെ വീട്ടിൽ സ്വർണ്ണക്കടത്ത് ആരോപിച്ച് പോലീസ് കയറുന്ന കാര്യമൊക്കെ അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഈ വേദിയിൽ പറയാനുണ്ട് എന്ന് അൻവറുമായി ബന്ധപ്പെട്ട ക്യാമ്പ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു പുതിയ പോർമുഖം തുറക്കലാണ് അനുജ. എന്തായാലും വേദിയിലേക്ക് വന്നാൽ ഈ വേദിയിൽ ആദ്യഘട്ടത്തിൽ അധികം ആളുകൾ മഴ പെയ്ത സമയത്ത് ഈ കസേരകൾ ഒഴിഞ്ഞു കിടന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ മുൻനിരയൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിൻനിരയിലുമൊക്കെ ഈ വേദി ഏതാണ്ട് ഇത് നമ്മൾ അവിടെ ചന്തക്കുന്നിൽ കണ്ടതുപോലെയോ കോഴിക്കോട് കണ്ടതുപോലെയോ ഉള്ള ഒരു മൈതാനമല്ല. കുറച്ചുകൂടി വലിയ സ്പേഷ്യസായ കുറേ അധികം കസേരകൾ നിരത്തിയിട്ട ഒരു മൈതാനമാണ്. അതിലേക്ക് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്താൻ പറയുന്നു. ഇത് വലിയ മഴയായിരുന്നു അനുജ. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 റോഡുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ താറുമാറാകുന്ന പ്രശ്നമുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് വഴിക്കടവിൽ നടക്കുമ്പോൾ കൂടുതൽ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് വരാനുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും 1 ലക്ഷം എന്ന് പറയുന്ന അൻവറിന് ആ കണക്കിനോടൊക്കുന്ന രീതിയിൽ ആളുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിന് എത്ര ആള് വരാമോ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. പിന്നീട് ഉണ്ടായത് DMK ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ അൻവർ പ്രതീക്ഷ പഠിപ്പിക്കുന്ന DMKയുമായുള്ള സഖ്യത്തിൽ അൻവർ പ്രതീക്ഷ വെച്ച് പ്രകടിപ്പിക്കുകയാണ്. അവിടെ ഇളങ്കോ തള്ളിയാലും യഥാർത്ഥത്തിൽ ഇവിടെ ഈ സമ്മേളന വേദിയിലേക്ക് കുറേയധികം DMK പ്രവർത്തകർ എത്തിയിരുന്നു. വഴിക്കടവിൽ നിന്ന് വന്ന DMK പ്രവർത്തകർക്ക് നിലമ്പൂരിൽ അൻവർ അനുകൂലികൾ സ്വീകരണം നൽകുകയാണ് അവരിങ്ങോട്ടേക്ക് ആനയിച്ചത്. കുറേയധികം DMK പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അൻവർ DMKയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇളങ്കോ പറഞ്ഞതോ എന്ന് ചോദിക്കുമ്പോൾ ഇളങ്കോ അല്ല, DMKയുടെ അന്തിമ വാക്ക് ഇളങ്കോ അല്ല, അത് സ്റ്റാലിനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ചില ചർച്ചകൾ, ചില ധാരണകൾ നടക്കുന്നു. അത് വളരെ പെട്ടെന്ന് ഒരു ദിവസം ചെന്നൈയിൽ പോയി അൻവർ സ്റ്റാലിനെ കണ്ടതല്ല അനുജ. അതിനുമുമ്പ് ഒരാഴ്ചയായി നടന്ന ഹോംവർക്കും കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. ആ ചർച്ചകൾ തുടരും. പക്ഷേ ഇന്നെന്തായാലും അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉറപ്പായും വരില്ല. അതിന് കാരണം നമുക്കറിയാം. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ ഇടത് സ്വതന്ത്രമായി ജയിച്ച PV അൻവർ MLAക്ക് 5 വർഷം ആ പോർട്ട്ഫോളിയോയിൽ തന്നെ നിൽക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി അംഗമായാൽ അയോഗ്യതാ പ്രശ്നം എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ പറയുന്നതാണ്ട് അവിടെ കാണുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഫോർ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിലെമ്പാടും വ്യാപിപ്പിക്കാൻ ഓരോ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്ത് തലത്തിൽ ഓഫീസുകൾ അതിന് ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കാൻ, പ്രവർത്തകരെ ഉണ്ടാക്കാൻ, ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഈ സാമൂഹ്യ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് PV അൻവറും അൻവറിൻ്റെ ക്യാമ്പും. ഇനിയുള്ള സർപ്രൈസ് ഈ വേദിയിൽ ആരൊക്കെയാണ് അൻവറിനൊപ്പം എത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 10 കസേരകൾ വേദിയിലുണ്ട്.
ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യം മുതൽ തന്നെ അൻവർ ഈ വിഷയത്തിലൊക്കെ ഒരു സർപ്രൈസ് വെച്ചപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ DMK-യുമായി നടത്തിയ ചർച്ചകൾ പോലും മറ്റാരും അറിയാതെ സർപ്രൈസായി നടത്തിയ ചില ചർച്ചകളാണ്. അതുപോലെ എന്തെങ്കിലും VIP ആരെങ്കിലും ഈ വേദിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവർ PV അൻവർ എന്ന് പറയുന്ന ആൾ ഇടതു സ്വതന്ത്രനായി നിന്ന ഇടതുമുന്നണി പ്രവർത്തകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുലിനെ കണ്ടിരുന്ന അൻവറിന് ആ രാഷ്ട്രീയ ഫേസ് കഴിയുന്നു. അൻവർ അടുത്ത രാഷ്ട്രീയ ഫേസിലേക്ക് കടക്കുകയാണ്. അടുത്ത രാഷ്ട്രീയ ഫേസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുമെന്നറിയാൻ നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകൾ കാത്തിരിക്കണം, വരുന്ന ദിവസങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ അൻവറിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട് എന്ന് അൻവർ അനുകൂലികൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിന് കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ആന്റി ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു ഫാക്ടർ. രണ്ട്, ഈ പറഞ്ഞ മലപ്പുറം ജില്ലയെ ഒരു ഭീകരവാദ ജില്ലയെ ചിത്രീകരിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുക വഴി ഈ ഹിന്ദുവിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം, അതിൽ PR വിവാദം, ADGP MR അജിത് കുമാറിനെ മാറ്റാത്ത കാര്യം, RSSുമായി ബന്ധത്തിൻ്റെ കാര്യം, ഒത്തുതീർപ്പിൻ്റെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ചോദിക്കുന്നത്, BJP-യുമായി ഒരു കാലത്തും ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത സ്റ്റാലിനാണോ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി, യഥാർത്ഥത്തിൽ BJP-യെ എതിരിടാൻ അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിരിടാൻ ശക്തൻ, അതോ പിണറായി വിജയനാണോ എന്നൊരു താരതമ്യം മുന്നോട്ടേക്ക് വെക്കുകയാണ്. അത് ഉറപ്പായും അൻവർ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കുകയാണ്. ആ രാഷ്ട്രീയം ഏതൊക്കെ രീതിയിൽ CPM-നാണോ ലീഗിനാണോ ദോഷം ചെയ്യുക എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും ഈ സമ്മേളന നഗരിയിലേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോഴും ഒഴുകി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്കടവിൽ നടക്കം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താതിരിക്കും. നമുക്കറിയാം അനുജ, 2011 PV അൻവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ജയം, അതിനുശേഷമുള്ള ഇലക്ഷനിൽ ജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ നിൽക്കുമ്പോൾ കിട്ടുന്ന വോട്ട് ശതമാനം ഒക്കെ അൻവറിന്റെ സ്വാധീന പോക്കറ്റ് മേഖലകളിൽ ഉറപ്പായും ഉണ്ട്. ആ പോക്കറ്റ് മേഖലയിൽ നിന്നൊക്കെ പരമാവധി ആളുകളെ ഇങ്ങോട്ടേക്ക് ഇറക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ അൻവർ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ റവന്യൂ വകുപ്പിലെ അഴിമതിയുടെ കാര്യം പറഞ്ഞു തുടങ്ങുകയായിരുന്നു PV അൻവർ. എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരാകുന്ന വില്ലേജ് ഓഫീസർമാരൊക്കെ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞാൽ അടുത്തത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, ഏറ്റവും കൂടുതൽ നേരിട്ട് തൊടുന്ന റവന്യൂ വകുപ്പാണ്. ആ റവന്യൂ വകുപ്പിൽ കൊടിയ അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുന്നു. അതിനുള്ള തെളിവുകൾ ഇനി വരും ദിവസങ്ങൾ പുറത്തേക്ക് വിടാൻ പോകുന്ന അൻവർ പറയുന്നു. അൻവർ ഈ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഓരോരോ വകുപ്പുകൾക്കെതിരെ, അഴിമതിക്കെതിരെ, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരെ, അല്ലെങ്കിൽ പോലീസ് അതിക്രമത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് വരുന്ന ആളുകളിൽ ആ തെളിവുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തുക. അതോടൊപ്പം അൻവറിൻ്റെതായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അൻവർ നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടു. അതിനുശേഷം ഈ ജില്ലയെ ഒരു തീവ്രവാദ ജില്ലയെ ചിത്രീകരിക്കാൻ നീക്കം നടക്കുന്നു, ഈ ജില്ലയിലെ മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളാക്കാൻ നീക്കം നടക്കുന്നു തുടങ്ങിയ അതിപ്പോൾ KT ജയിലൊക്കെ ഇറങ്ങി പ്രതിരോധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും എത്രത്തോളം ഹാഷ്മി, ഇപ്പോൾ ഇതിനു മുൻപ് അദ്ദേഹം നടത്തിയ പൊതുസമ്മേളനത്തിലൊക്കെ നമ്മൾ അവിടെ വന്നിരിക്കുന്ന ആളുകൾ, ഇത് അദ്ദേഹത്തെ കേൾക്കാൻ വന്നിരിക്കുന്നവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മൾ അന്ന് പരിശോധിച്ചിരുന്നു. അതിൽ ഒട്ടേറെ പേർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. CPIM-ന്റെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു അന്ന് ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവർ ആരാണ്? ആ തരത്തിലേക്കൊരു തിരുത്തൽ ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഉറപ്പായും അനുജ, നേരത്തെയുള്ള 2 യോഗങ്ങളിൽ ഇപ്പോൾ ചന്തക്കുന്നിലാവട്ടെ കോഴിക്കോട്ടാവട്ടെ അവർ അൻവറിനെ കേൾക്കാൻ വേണ്ടി വന്നവരാണ്. ചന്തക്കുന്നിൽ ഏറ്റവും പ്രത്യേകിച്ചും അൻവർ ആദ്യമായി ഒരു പൊതുയോഗം വിളിക്കുന്ന പ്രത്യേകതയായിരുന്നു. അൻവറിനെ കേൾക്കാൻ അക്കൂട്ടത്തിൽ ഒരുപക്ഷെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടാകണം. അതിൽ കോൺഗ്രസ്സുകാർ, CPM-കാർ, അല്ലെങ്കിൽ മുൻ CPM-കാർ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, SDP അടക്കമുള്ള എല്ലാ ആൾക്കാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ അല്ലാതെ ഇവിടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകാം. അതൊരു കൗതുകമാണ്, അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കൗതുകം. കോഴിക്കോട്ടേക്ക് വന്നാൽ അവിടെ ഈ മാമി തിരോധാനത്തെക്കുറിച്ചുള്ള ആ പരിമിതമായ ആ വിഷയം മാത്രമായിരുന്നു. അതിലും PV അൻവർ എന്ത് പറയുന്നു കേൾക്കാനുള്ള കൗതുകമുണ്ട്. അൻവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞ് പൂർത്തിയായിരിക്കുന്നു. അൻവർ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലെങ്കിൽ നയപ്രഖ്യാപനം എന്ന് പറയുന്നത്. അൻവറിൻ്റെതായ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവാണ്. ആ പൊളിറ്റിക്കൽ മൂവിലേക്ക് എത്തുന്നവർ ഉറപ്പായും അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ തന്നെയാണ്. അതല്ലാതെ അൻവർ ഇനി എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കൗതുകത്തിൽ വരുന്നവരല്ല. ഈ യോഗത്തിന് വരുന്നവർ അൻവറിനൊപ്പം, ഒരുപക്ഷെ അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിനൊപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിലും നിൽക്കും എന്ന്